ശൈലി മാറ്റം അത് വ്യക്തിയുടെ ശൈലി മാറുക എളുപ്പമല്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട്. അത് ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു നേതൃകൂട്ടം എടുത്തു കഴിഞ്ഞാൽ ആ നേതാക്കളുടെ എല്ലാവരുടെയും ശൈലിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. വളരെ കാലങ്ങളായിട്ട് ഓരോരുത്തർക്കും ഉണ്ടായ ശൈലിയാണ്. അപ്പോൾ ഈ ശൈലി മാറ്റം മാത്രമാണോ, അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ചില തിരുത്തുകൾ മാത്രമാണോ, ഇപ്പോൾ ജേക്കബ് സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണോ പുതിയൊരു ലോകവും പുതിയൊരു കാലവും അതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിലുള്ള തിരുത്തുകളെക്കുറിച്ചുകൂടെ ആലോചിക്കണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ മനസ്സിലാക്കാനും അതിലേക്ക് കടന്നു കയറാനും തിരുത്താനും സമൂഹത്തെ തിരുത്താനും ഒക്കെ സാധിക്കുള്ളൂ. അതിൻ്റെ അകത്ത് അത് ശരിക്കും പറഞ്ഞാൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു വിഷയമാണല്ലോ. അതിൽ എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചാൽ അത് കേരളം കഴിഞ്ഞ ഏകദേശം ലോകത്തിലെ തന്നെ സമൂഹങ്ങളിൽ കഴിഞ്ഞ 200 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യക്തികളുടെ അന്തസ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ ഒരു സമൂഹമായിരിക്കും കേരളം. പല കാരണങ്ങളുണ്ട്. നമ്മൾ വഴിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അവകാശം എന്നുള്ളത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു പൗരന് കിട്ടുന്ന അതേ അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ആരായാലും, നിങ്ങൾ ഏത് കോടീശ്വരനായാലും ഏത് അധികാര സ്ഥാനത്തിലുള്ള ആണെങ്കിലും ആ വഴിയിൽ നിൽക്കുന്ന ഒറ്റ പൗരനെ ബഹുമാനിച്ചേ പറ്റൂ. അയാളുടെ നേർക്ക് മെക്കിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള ലോകത്തിലെ അപൂർവം സമൂഹങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പാഴായിപ്പോയ കാര്യങ്ങളാണെന്നും ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അതല്ല എങ്കിൽ നമുക്കിതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈഴവ സമുദായത്തിന് വളരെ പെട്ടെന്ന് തോന്നുന്നതാണ് അത് ഞങ്ങൾക്കിനി നമ്പൂതിരിമാരാകാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതാണ് പലരും പറയുന്നത്. തങ്ങൾ എത്തിപ്പെട്ടത് എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയത് എന്ന് മനസ്സിലാക്കാതെ പോകുന്ന, നമ്പൂതിരിക്ക് മനുഷ്യനാകണം എന്ന് പറഞ്ഞ മനുഷ്യരായ പാർട്ടികളാണ് അവർക്ക് വീണ്ടും നമ്പൂതിരിമാരാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. അതായത് ചരിത്രത്തിലെ നമ്മൾ ഇപ്പൊ സുരേഷ് ഗോപി നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസവ് നേരിയതൊക്കെ ഇട്ട് ഇദ്ദേഹം നടക്കുന്നത് നമ്മൾ പണ്ടേ കുഴിച്ചു മൂടിയ സാധനങ്ങളാണ്. ഈ പണ്ടാരൊക്കെ ഇതിനൊക്കെ ബഹുമാന്യത എന്നുള്ളത് നമ്മൾ ഇല്ലാണ്ടാക്കിയതാണ്. തൊഴിൽ ചെയ്യുന്നവന്റെ വേഷമാണ് ഏറ്റവും നല്ല വേഷം എന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. ഈ അസംബന്ധങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. അപ്പൊ ഇതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ അവസാന പൗരനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംവദിക്കാനുണ്ടാകണം. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത് എങ്ങനെ മുമ്പോട്ട് പോകേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന് അവർക്കൊപ്പം ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തീരുമാനിക്കണം. ഈ തീരുമാനമാണ് ഇപ്പൊ നമ്മൾ BJPക്കും വലതുപക്ഷത്തിനും വിട്ടുകൊടുക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കേരളം എങ്ങനെ അയക്കണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള തീരുമാനങ്ങൾ ഈ അസംബന്ധത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ നമ്മൾ ഈ 200 വർഷത്തെ നമ്മുടെ ചരിത്രം, അതിൽ നവോത്ഥാനം ഉണ്ടാക്കിയ വലിയ ഒരു ലീപ്പ്, അതിന്റെ ഒപ്പം മുമ്പോട്ട് പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, അതിന്റെ അകത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അവര് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ അജണ്ട നിശ്ചയിക്കുക എന്നുള്ളത് ഈ കസവുധാരികളായ മനുഷ്യരായിരിക്കും. ഞാനതിന് മതത്തെക്കുറിച്ചല്ല പറയുന്നത്, ആ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫ്യൂഡൽ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യർ കൊണ്ട് നമ്മളെ വീണ്ടും ചരിത്രത്തിൽ നമ്മൾ ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ കുഴിവെട്ടി മൂടിയോ അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ മാറ്റം വേണം, മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒപ്പം ചിന്തിക്കാനും അതിന് ഇടതുപക്ഷ മൂല്യങ്ങൾ ഉറപ്പിച്ചു നിർത്താനും പറ്റുന്ന തരത്തിലുള്ള ഭാവുകത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാകണം. ഞാൻ പറയുന്നത് അത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. അത് ചെറിയ നടപടികളിൽ ശ്രീ രാധാകൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൊച്ചു നടപടികളിലോ പ്രഖ്യാപനങ്ങളിലോ ഒപ്പമല്ല. നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു, അവിടെ നിന്ന് ഇനി അത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള ചിന്ത CPM-ന്റെ നേതൃത്വത്തിലുണ്ടാകും. ഞാൻ അതാണ് പറഞ്ഞത്. ഇത് ഈ കേരള സംസ്ഥാന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്ന മനുഷ്യർ എല്ലാ ദിവസവും സാധാരണ മനുഷ്യരെ കാണുന്ന ആളുകളാണ്. അവർക്ക് അറിയേണ്ടതാണ്. അവരത് പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന യോഗത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് റിയലിസ്റ്റിക് ആയിട്ട് അത് കാണുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതിൽ പിന്നെ ഒരു കാര്യം ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതിനോട് എനിക്ക് വളരെ യോജിപ്പാണ്. പിണറായി വിജയൻ
ഈ അവസ്ഥയിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഈ ചേഞ്ചിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നവകേരള യാത്രയിൽ കേരളം ഇനി എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം തേടുന്നുണ്ടായിരുന്നു. 7 വർഷം മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം വീണ്ടും ഈ പുതിയ കേരളം എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കഴിഞ്ഞ ശ്രീ ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്താം. അദ്ദേഹം എസെൻഷ്യലി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ക്രൈസിസ് മാനേജ്മെന്റ് നടത്തിയാണ്. കാരണം അത് സത്യമാണ്. കാരണം കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന് വളരെയധികം ക്രൈസിസ് മാനേജ്മെന്റ് നടത്തേണ്ടി വന്നു. അത് ഗംഭീരമായിട്ട് നടത്തി. പിണറായി വിജയൻ നമ്മുടെ നാട് കണ്ടിട്ടുള്ള ഏറ്റവും ഗംഭീര ക്രൈസിസ് മാനേജറാണ്. എനിക്ക് അക്കാര്യത്തിൽ തർക്കമേ ഇല്ല. ആ ക്രൈസിസ് നിങ്ങൾ മാനേജ് ചെയ്തു. അത് നിങ്ങൾ ജനങ്ങളുടെ അന്തസ്സ്, ഒരു വ്യക്തിയുടെ അന്തസ്സ് നിങ്ങൾ, ഞാനത് പെൻഷനെയും കിറ്റുന്നൊക്കെ ഞാൻ അങ്ങനെ കാണുന്നു. അത് നിങ്ങൾ ഒപ്പം നിന്നു, അതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടി. ഇപ്പൊ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യുന്ന ഒരു ക്രൈസിസ് ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ പൊട്ടി നിൽക്കുന്ന ഒരു ക്രൈസിസ് ഇല്ല. അതില്ല എന്നാണ് ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞത്. അതിലാണ് അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ 2ാമത്തെ അധികാരത്തിലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ക്രൈസിസിലല്ല മനുഷ്യൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ആദ്യത്തെ 1ാം പിണറായി സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്ന പോലെ പ്രളയമോ വെള്ളപ്പൊക്കമോ കോവിഡോ നിപ്പയോ ഇല്ല. നമ്മൾ ഇപ്പോഴത്തെ നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ആ ക്രൈസിസ് മാനേജ് ചെയ്യും. ഒരു ക്രൈസിസ് വന്നിട്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനുഷ്യർക്ക് സാധാരണഗതിയിൽ മുമ്പോട്ട് പോകുന്ന അതുപോലെ തന്നെ സർക്കാർ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് ക്രൈസിസിന് സമയത്ത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ക്രൈസിസ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് വിവരദോഷമല്ല, അത് ഏറ്റവും സെൻസിബിൾ ആയിട്ട് ഒരു ക്രിറ്റിസിസമായിട്ട് എനിക്ക് തോന്നും. അതിനെ വിവരദോഷം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം റിയാലിറ്റിയിൽ നിന്നും വളരെ അകന്നാണ് നിൽക്കുന്നത് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ശൈലി ആക്ഷണം എന്നുള്ള അത് നടക്കുന്ന കേസാണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. അതിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രി തീരുമാനിക്കണം, CPM തീരുമാനിക്കണം. ആ തീരുമാനങ്ങൾ ഇല്ലാതെ പിന്നെ വളരെ എളുപ്പം LDF-ന് വോട്ട് കുറഞ്ഞു, UDF-ന് വോട്ട് കുറഞ്ഞു, LDF-ന് കുറഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് UDF-ന് കുറഞ്ഞു എന്നുള്ള മട്ടിലുള്ള കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദാറ്റ് ഡസന്റ് വർക്ക്. അതിന്റെ പ്രശ്നം നമ്മുടെ സൊസൈറ്റിയുടെ അജണ്ട നിശ്ചയിക്കാൻ വേണ്ടി നമ്മൾ ഈ കസവുധാരികളെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് വേണോ വേണ്ടോ എന്നുള്ളതാണ് ശരിക്കും CPM ആലോചിക്കേണ്ട കാര്യം. CPM എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി, എനിക്ക് തോന്നുന്നു, ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യനാണ്. അതിന്റെ വാൻഗാർഡായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അവരത് തീരുമാനിച്ചില്ല എങ്കിൽ ഇതിങ്ങനെ പോകുന്നത് എന്റെ ജനറേഷനിൽപ്പെട്ട ആളുകൾ തന്നെ അത് കാണേണ്ടി വരിക എന്നുള്ളത് ഖേദകരമാണ്. ആ തീരുമാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കേണ്ടത്. അതിന് 1 മാസത്തിന് ശേഷം വീണ്ടും സംസ്ഥാന കമ്മിറ്റി വരുന്നുണ്ടെങ്കിൽ അവർ ആലോചിക്കേണ്ടത്, ഈ കാലഘട്ടം കൊണ്ട് അവർ ആലോചിക്കേണ്ടത് ഒരു പൗരന് നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്ന കാര്യം, നമ്മുടെ സൊസൈറ്റിയുടെ ഇനിയുള്ള അജണ്ട നിശ്ചയിക്കുന്നത് ഈ രാഷ്ട്രീയം കൊണ്ട് ഇങ്ങനെ വരുന്ന ഈ ഫ്യൂഡൽ കഥാപാത്രങ്ങളാണോ നമ്മുടെ സൊസൈറ്റിയുടെ അടുത്ത അജണ്ട തീരുമാനിക്കേണ്ടതെന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ തീരുമാനിക്കണം. അതിനാവശ്യമായ തീരുമാനങ്ങൾ ഇച്ചവർവേ നമ്മൾ പൗരന്മാരായി മാത്രം ഇരിക്കുന്ന മനുഷ്യരാണ്. അവർക്കറിയാം, അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവർ തീരുമാനിക്കണം. പക്ഷെ ആ തീരുമാനങ്ങൾ വളരെ എളുപ്പം കണ്ണടച്ചിരുട്ടാക്കൊണ്ടോ ഇരുട്ടുകൊണ്ടോ എടുക്കുക, കണക്ക് പറഞ്ഞ് വിശദീകരിക്കുക, that will not work. They need to change thoroughly.